എല്ലാവർക്കും നമ്മളുടെ അബുദാബി ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പാവലമൊക്കെ വളരെ വലുതായി പടർന്ന് പന്തലിച്ച് പൂക്കളൊക്കെ ഇട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാവയ്ക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 സെക്ഷൻ ഞങ്ങളെടുത്ത് കറി വെച്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് കുറച്ചിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടിയിൽ ഞങ്ങൾ നേരെ അബിക്കുട്ടിയെ കൊണ്ട് ഗാർഡനിലേക്ക് എത്തി. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു സമയം കൊണ്ട് 2 കുഞ്ഞു പാവയ്ക്ക് കുറച്ച് താഴെ ഇട്ടിട്ടുണ്ട്. കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്നതെല്ലാം തട്ടിയിടുക എന്നുള്ളൊരു പ്രത്യേക പ്രതിഭാസമാണ് ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വലിയ പാവയ്ക്കുകളൊക്കെ പറിച്ച് നമ്മൾ കൊട്ടയിലാക്കി നേരെ അടുത്ത സെക്ഷനിലേക്ക് നടന്നു. തക്കാളി നമ്മൾ അത്യാവശ്യം പറിച്ചെടുത്തിരുന്നു, എന്നാലും കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്ന പറിച്ചവിടെ താഴ്ത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും നമ്മുടെ അടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ചുവന്ന കളറിൽ നല്ല ഭംഗിയായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മുളകാണ്. മുകളിലേക്ക് നല്ല പച്ച നിറത്തിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. നാച്ചു ഇത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുവിന് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. അങ്ങനെ ആൾ നേരെ പോയിട്ട് റെഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് കളർ കോമ്പിനേഷനൊക്കെ നോക്കുന്ന ആളാണ്. നമ്മളവനെ കട്ട് ചെയ്യുന്നത് നോക്കി നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കട വെട്ടി കയ്യിൽ തരും. അങ്ങനെയാണ് ചെക്കൻ്റെ ഒരു ലെവൽ. ഈ പ്രാവശ്യം സൂര്യകാന്തി വൻ ശോകമാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സെറ്റായില്ല. കാരണം എൻ്റെ ഒരു ഭാവനയിൽ എല്ലാ സൂര്യകാന്തിയും വിടർന്ന് നിൽക്കുന്നു, ഒരേ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നു, അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ കണ്ടിട്ട് അടുത്തടുത്ത് വീടുകൾ വെച്ച് ബന്ധുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് കാണുന്നു തോന്നുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യം ബീൻസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു സെക്ഷൻ ഞാൻ വെച്ചത് എന്തുകൊണ്ടോ ചീത്തയായി പോയായിരുന്നു. പിന്നെ നട്ടതെല്ലാം നല്ല അടിപൊളിയായിട്ട് വലുതായി വന്നു. ഇതേപോലെ ഒരുപാട് ബീൻസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കത്രിക വെച്ചിട്ട് ഓരോന്ന് പിച്ചാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുക്കണം, പൂക്കളൊന്നും പോവാതെ. ഇതിപ്പോൾ നമ്മളൊരു 3ാമത്തെ സെക്ഷനാണ് എടുക്കുന്നത്. അത്യാവശ്യം ഒരു കിലോ കൂടുതൽ തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടാറുണ്ട് എടുക്കുമ്പോഴൊക്കെ. റാഡിഷ് ഈ പ്രാവശ്യം എന്നെ ഒരുപാട് കൺഫ്യൂസ് ആക്കിയിരുന്നു. കാരണം ഇത് എപ്പോഴാണ് പറിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറിച്ചു നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലുതായി നിൽക്കുന്നുണ്ട്. ഈ ഒരു സൈസിൽ ലുലുവിലൊക്കെ കാണുന്നത് ഇതിലും ചെറുതായിട്ടാണ് ഞാൻ കാണാറ്. എന്തായാലും അതൊക്കെ പറിച്ചെടുത്തു. കൂടെ ഒരു മാടൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, വെറുതെ നമ്മളിങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കും. അടുത്തത് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങുകൾ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതേപോലെ വാടി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പറിച്ചെടുക്കാൻ പാടുള്ളൂ. ആദ്യം കുറച്ച് പറിച്ചെടുത്ത് വളരെ ചെറുതായിരുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. നമുക്ക് ഇത്രമാത്രം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ്. ഫുൾ അപമാനമാണ്. അടുത്ത പ്രാവശ്യം 2 മത്തങ്ങ നട്ടിട്ട് വേണം ഇതിനെനിക്ക് പ്രതികാരം ചെയ്യാനായിട്ട്. അങ്ങനെ ഈ പരിസരത്ത് വലിയൊരു ചർച്ചയായിരുന്നു, ഇത് കോളിഫ്ലവർ ആണോ അതോ ക്യാബേജ് ആണോ എന്ന്. അവസാനം നമുക്ക് വന്നത് ക്യാബേജ് തന്നെയാണ്. പക്ഷേ വിചാരിച്ച പോലെ സെറ്റപ്പ് ആയില്ല. കാരണം ഒരുപാട് പുഴുക്കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ ഇലയൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറുതൊരെണ്ണം കിട്ടി. കുറച്ച് നാളായിട്ട് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇതുമ്പോൾ എന്താണ് കായ ഉണ്ടാവാത്തതെന്ന്. വഴുതനങ്ങ ഇതിപ്പോൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലുത്. ഇത് വളരെ ചെറുതാണ്, ഇനിയും കുറേയും കൂടി വലുതാവും. അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തോരാവും എന്നറിയാൻ. ഇനി നമുക്കുള്ളത് പയറാണ്, അച്ചിങ്ങപ്പയർ. ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ചൂട് തുടങ്ങിയ സമയത്താണ് ഇവരൊക്കെ പൂത്ത് തുടങ്ങിയത്. ഒരു 10-20 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എത്ര നനച്ചു കൊടുത്താലും ഇത് ഉച്ചയ്ക്ക് വരുന്ന ആ ഒരു വെയിലിൽ എന്തായാലും വാടിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ചെക്കൻ പറഞ്ഞാൽ അവന് തന്നെ കട്ട് ചെയ്യണമെന്ന്. ഈ ഒരു അച്ചിങ്ങപ്പയർ കട്ട് ചെയ്തെടുക്കാനാണ് ഇവന് ഈ പ്രഹസനം മുഴുവൻ കാണിക്കുന്നത്. ഇവനൊക്കെ ഒരു കുഴി കുത്തി എന്തെങ്കിലും ചെടി നടുന്നതൊക്കെ വളരെ വിദൂര സ്വപ്നമായിട്ട് ഇന്നും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അധികം റിസ്ക് എടുക്കാൻ തന്നില്ല. ബാക്കിയുള്ളത് ഞാൻ തന്നെ കട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ചെക്കൻ അതിൻ്റെ തണ്ടേപ്പാട് കട്ട് ചെയ്ത് കയ്യിൽ തരും. അത് ഉറപ്പുള്ള കേസാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ നിത്യവഴുതനങ്ങ എന്ന് പറയുമ്പോൾ എന്നും വഴുതനങ്ങ ഉണ്ടാകുന്ന ഒരു ചെടി എന്നായിരുന്നു. പക്ഷേ ഇതേപോലെ ഇങ്ങനെ പടർന്നു പോകുന്നൊരു സംഭവം, അതിലിങ്ങനെ ചെറിയ ചെറിയ കായകൾ, ഇതാണ് നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണെന്നാണ് കേട്ടേക്കുന്നത്. ലാസ്റ്റ് ടൈം നമുക്ക് ഒരുപാട് കിട്ടിയിരുന്നു. അതെല്ലാം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഈ പ്രാവശ്യം വളരെ ശോകമാണ്. നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു, പക്ഷേ എന്നാലും വിചാരിച്ച അത്രമാത്രം ഉണ്ടായിട്ടില്ല. എങ്കിലും കിട്ടിയതുകൊണ്ട് സന്തോഷം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ വണക്കം.